സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പിന്മാറൽ ധനവകുപ്പിന് ഇരട്ടി പ്രഹരമായി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ ഇടപാടുകളിൽ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളം വിട്ടത്. ഓണക്കാല ചെലവിനായി 5000 കോടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മാറ്റം. ഡിസംബർ വരെ ഇനി കടമെടുക്കാവുന്നത് 3700 കോടി രൂപയാണ്. ഈ സാമ്പത്തിക വർഷം കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരെണ്ണം ഓണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ 1800 കോടി ഇതിനായി കണ്ടെത്തണം. കരാറുകാരുടെ കുടിശ്ശിക തീർക്കുന്നതിന് സപ്ലൈകോ ഓണത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് 600 കോടി രൂപയാണ്. ബോണസും ഉത്സവ ബദ്ധയും നൽകാൻ 700 കോടി വേണം. ഇതിനിടയിലാണ് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് നിയമനം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസ് മുതൽ കേന്ദ്ര ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾക്കും വകുപ്പിനെ പ്രതിനിധീകരിച്ചിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതിനാൽ ധനവകുപ്പിൻ്റെ തലപ്പത്ത് പെട്ടെന്നുള്ള മാറ്റം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നിർണായക തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ഏകപക്ഷീയമായി എടുക്കുന്നതിലും ഉദ്യോഗസ്ഥ തലത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ബാഹ്യ ഇടപെടൽ സജീവമായിരിക്കെ ധനവകുപ്പിലെ ഉന്നത പദവി ഏറ്റെടുക്കാൻ മുതിർന്ന IAS വിമുഖത കാട്ടുകയാണ്. 24 തിരുവനന്തപുരം.